ഗുഡ് മോർണിംഗ്, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഗ്ലോബൽ മാർക്കറ്റുകളിൽ ഇന്നലെ US മാർക്കറ്റുകൾ വലിയ പോസിറ്റിവിറ്റിയിലാണ് ക്ലോസ് ചെയ്യുന്നത്. ഇന്നലെ ഇന്ത്യൻ വിപണിയും വലിയ പോസിറ്റിവിറ്റിയിലാണ് ക്ലോസ് ചെയ്യുന്നത്. അതിൽ തന്നെ നമ്മളെ ഏവരെയും അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം നിഫ്റ്റിയും സെൻസെക്സും തമ്മിലുള്ള വ്യത്യാസമായിരുന്നു. നിഫ്റ്റിയും സെൻസെക്സും ക്ലോസ് ചെയ്യുമ്പോൾ വലിയ വ്യത്യാസങ്ങൾ നമ്മൾ കാണാറില്ല, ചെറിയ തോതിലുള്ള വ്യത്യാസങ്ങൾ മാത്രമായിരിക്കും കാണാൻ കഴിയാറില്ല. പക്ഷേ ഇന്നലെ നിഫ്റ്റി ഏകദേശം 1.6% ഉയർന്നപ്പോൾ സെൻസെക്സ് 0.7% നേട്ടം മാത്രമാണ് ഉണ്ടാക്കിയത്. ഇത് വലിയ ഒരു ആശങ്കയൊക്കെ സൃഷ്ടിച്ചു. ഇന്നലെയാണ് ക്ലോസിംഗ് ഓപ്ഷൻ സെഷൻ ആരംഭിക്കുന്നത്. ഈ CAS ഉദ്ദേശിച്ചതുപോലെ തന്നെയാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് റെഗുലേറ്ററി വൃത്തങ്ങൾ വ്യക്തമാക്കിയത്. റെഗുലേറ്ററുമായി അടുത്ത ബന്ധമുള്ള വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് വിപണിയുടെ അവസാന ക്ലോസിംഗ് നിമിഷങ്ങൾ പൂർണ്ണമായും മാർക്കറ്റ് ഫോഴ്സസിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടതാണെന്നും വിപണിയിലെ യഥാർത്ഥ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഗ്യാപ്പാണ് ഇതിൽ പ്രതിഫലിക്കുന്നത് എന്നുമാണ്. എക്സ്ചേഞ്ചിലുണ്ടായ എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ അല്ല ഇത്തരത്തിലുള്ള വലിയ അവസാനത്തെ മിനിറ്റിൽ നിഫ്റ്റിയിൽ ഉണ്ടായിരിക്കുന്ന ആ ഒരു ജമ്പ് ഒരിക്കലും ഒരു ടെക്നിക്കൽ ഇഷ്യൂ അല്ല എന്നാണ് ക്ലിയർ ആയിട്ട് പറയുന്നത്. റെഗുലേറ്റർ ഇത് ടെക്നിക്കൽ ഇഷ്യൂ അല്ല എന്ന് പറയുമ്പോഴും ഇതിനെക്കുറിച്ചിട്ടുള്ള കൂടുതൽ വ്യക്തത ഇതുവരെയും മാർക്കറ്റിന് കിട്ടിയിട്ടില്ല. ഇനി നിഫ്റ്റി ഈ ഓഗസ്റ്റ് മാസത്തിൽ എത്തരത്തിലായിരുന്നു പെർഫോം ചെയ്തത് എന്ന് നോക്കാം. നിഫ്റ്റി കഴിഞ്ഞ 10 വർഷത്തിൽ 6 തവണയും പോസിറ്റീവ് റിട്ടേൺസ് ആണ് നൽകിയിരിക്കുന്നത്. ഒരു ആവറേജ് റിട്ടേൺ ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് 1.44%. ഇനി മിഡ് ക്യാപ്പ് കഴിഞ്ഞ 10ൽ 7 തവണയും പോസിറ്റീവായിരുന്നു. നിഫ്റ്റിയേക്കാൾ കുറച്ചുകൂടി നല്ല പെർഫോമൻസ് മിഡ് ക്യാപ്പ് ആയിരുന്നു നടത്തിയിരുന്നത്. 2.4% നേട്ടമാണ് കഴിഞ്ഞ 10 വർഷത്തെ ഒരു ആവറേജ് റിട്ടേൺ ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി സ്മോൾ ക്യാപ്പിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ 10ൽ 6 തവണയും പോസിറ്റീവ് റിട്ടേൺസ് തന്നെയാണ്. 1.75% നേട്ടമാണ് കഴിഞ്ഞ 10 വർഷത്തെ ഒരു ആവറേജ് റിട്ടേൺസ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയുക. ഇനി കഴിഞ്ഞ 10 വർഷത്തിൽ ഏറ്റവും കൂടുതൽ നന്നായി പെർഫോം ചെയ്ത സെക്ടറുകൾ നോക്കുകയാണെങ്കിൽ ഒന്ന് നിഫ്റ്റി മെറ്റൽസ് ആണ്, 2.5% ഉയർന്നിട്ടുണ്ട്. ഒരു ആവറേജ് റിട്ടേൺസ് ആണ് പറയുന്നത്. നിഫ്റ്റി IT 2.4%, നിഫ്റ്റി FMCG 2%-ൻ്റെയും നേട്ടവും, നിഫ്റ്റി ഓട്ടോ 1.9%, നിഫ്റ്റി എനർജി 1.7% എന്നിങ്ങനെയാണ് ആവറേജ് റിട്ടേൺസ് ആയിട്ട് പറയുന്നത്. നിഫ്റ്റി PSU ബാങ്ക് പ്രത്യേകം ശ്രദ്ധിക്കണം, നെഗറ്റീവ് റിട്ടേൺസ് ആണ് കഴിഞ്ഞ 10 വർഷത്തിൽ നൽകിയിട്ടുള്ളത്. ആവറേജ് 0.7%-ൻ്റെ നെഗറ്റീവ് റിട്ടേൺസ് ആണ് നൽകിയിരിക്കുന്നത്. US മാർക്കറ്റിലേക്ക് ഇന്നലെ ക്രൂഡ് ഓയിൽ പ്രൈസുകളിൽ 5%-ൻ്റെ ഇടിവാണ് കണ്ടത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനുമായി സ്ട്രെയിറ്റ് ഓഫ് ഹാർമൂസ് വീണ്ടും തുറക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ ഞായറാഴ്ച നടത്തും എന്നുള്ളത് ഒരു പ്രസ്താവന നടത്തിയതാണ് വീണ്ടും ക്രൂഡ് ഓയിൽ പ്രൈസുകൾ ഇടിയാൻ കാരണമായത്. ഇറാൻ്റെ പ്രസ്താവന വന്നത് ചർച്ചകൾ നടക്കുമെന്ന് ഇറാൻ നിഷേധിച്ചു. സാഹചര്യങ്ങൾ ഇപ്പോഴും അനിശ്ചിതത്വത്തിൽ തന്നെയാണ് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നതും. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കുകയാണെങ്കിൽ ഇൻഫോസിസ് 1.8%-ൻ്റെ നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. വിപ്രോ 3.5% ഉയരുകയുണ്ടായി. ബാങ്കിങ് സൈഡിൽ HDFC ബാങ്ക് 0.7% ഉയർന്നപ്പോൾ ICICI ബാങ്ക് 0.9%-ൻ്റെ നേട്ടമുണ്ടാക്കി. ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ് 1.8% ഉയർന്നു. ഇന്ത്യൻ വിപണിയിൽ ഇപ്പോൾ 3 ദിവസത്തെ RBIയുടെ MPC മീറ്റിംഗ് ആരംഭിച്ചു കഴിഞ്ഞു. നാളെയാണ് RBIയുടെ MPC മീറ്റിംഗ് ഡിസിഷൻ പുറത്തു വരുന്നത്. ഇന്നിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകൾ പൊതുവിൽ ഇടിവിൽ തന്നെയാണ്. ജപ്പാൻ മാർക്കറ്റ് നിക്കി 1.18%-ൻ്റെ ഇടിവിൽ ട്രേഡ് ചെയ്യുമ്പോൾ കോസ്പി മാർക്കറ്റ് 2%-ൻ്റെ ഇടിവിലാണ്. പക്ഷേ ഗിഫ്റ്റ് നിഫ്റ്റി കുറച്ച് ഭേദപ്പെട്ട നിലയിലാണ് എന്ന് പറയും. ഇതുമായി കമ്പയർ ചെയ്യുമ്പോൾ 24,628-ൽ 37 പോയിൻറ്റ്സ് ഇടിഞ്ഞാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റാണ്. ഇപ്പോഴത്തെ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഏകദേശം 20 പോയിൻറ്റ്സിൻ്റെയൊക്കെ ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിങ്ങിനാണ് സാധ്യത കാണുന്നത്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ആദ്യത്തെ കാര്യം Q1 റിസൾട്ടുകളെ കുറിച്ചാണ്. ഒത്തിരിയേറെ പ്രധാനപ്പെട്ട കമ്പനികളുടെ Q1 റിസൾട്ട് പുറത്തു വന്നു കഴിഞ്ഞു. നിഫ്റ്റി 50-യിലെ തന്നെ ഒരു 0.25% കമ്പനികളുടെ Q1 റിസൾട്ടുകൾ പുറത്തു വന്നു കഴിഞ്ഞിട്ടുണ്ട്. ജൂൺ പാദത്തിൽ അതായത് Q1-ൽ കമ്പനികളുടെ അസംസ്കൃത വസ്തുക്കളുടെ ചിലവ് കൂടിയതിനാൽ ലാഭ വളർച്ചയിൽ ഒരു സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാലും വിപണിയിലെ ശക്തമായിട്ടുള്ള ഡിമാൻഡ് കാരണം കമ്പനികളുടെ വിൽപ്പനയും വരുമാനവും മികച്ച രീതിയിൽ തന്നെ ഉയർന്നു എന്നാണ് ഈ ഡാറ്റ സൂചിപ്പിക്കുന്നത്. ഇതുവരെ ഫലം പ്രഖ്യാപിച്ച ഭൂരിഭാഗം കമ്പനികളും പ്രതീക്ഷിച്ചതുപോലെ അല്ലെങ്കിൽ അതിനു മുകളിൽ തന്നെ മികച്ച പ്രകടനം നടത്തി. ഇനി മൊത്തത്തിൽ വിലയിരുത്തുകയാണെങ്കിൽ ശക്തമായിട്ടുള്ള ഡിമാൻഡ് രേഖപ്പെടുത്തിയത് കാറുകൾ, ഇരുചക്ര വാഹനങ്ങൾ, ഡ്യൂറബിൾസ് തുടങ്ങിയ സെക്ടറുകളിലായിരുന്നു. നെറ്റ് സെയിൽസിൽ 22%-ൻ്റെ വർധനവ് ഇയർ ഓൺ ഇയറിൽ വന്നിട്ടുണ്ട്. കൂടാതെ 39% നിഫ്റ്റി കമ്പനികളുടെ ലാഭം ഏകദേശം 11%-ൻ്റെ വർധനവ് ഇയർ ഓൺ ഇയറിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആണെങ്കിൽ 20%-ൻ്റെ വർധനവ് ഇയർ ഓൺ ഇയറിൽ വന്നിട്ടുണ്ട്.
അസംസ്കൃത വസ്തുക്കളുടെ ചിലവ് വർദ്ധിച്ചു. ഓപ്പറേറ്റിംഗ് മാർജിൻ ഏകദേശം 18% തന്നെയാണുള്ളത്. അതിൽ വലിയ മാറ്റം വന്നിട്ടില്ല. GSTയിലുണ്ടായ കുറവ്, ആദായ നികുതി ഇളവ് എന്നിവ ഉപഭോഗ ഡിമാൻഡ് ശക്തമായി ഉയർത്തുകയും ചെയ്തു. വില വർധനവ് ഇൻപുട്ട് ചെലവിൻ്റെ ആഘാതം കുറയ്ക്കാൻ കമ്പനികൾക്ക് ഒരു പരിധിവരെ സഹായകമായി. നിഫ്റ്റി 50യിൽ പ്രതീക്ഷകൾ മറികടന്നിട്ടുള്ള ഒരു റിസൾട്ട് കാഴ്ചവെച്ചത് നെസ്ലെ, ഏഷ്യൻ പെയിൻറ്റ്സ്, L&T തുടങ്ങിയവയായിരുന്നു. എന്നാൽ പ്രതീക്ഷകളിൽ നിന്ന് നിരാശപ്പെടുത്തിയത് മാരുതി സുസുക്കി, ഹുണ്ടായ് മോട്ടോർ ഇന്ത്യ, ഇന്റർഗ്ലോബ് ഏവിയേഷൻ, ITC തുടങ്ങിയ കമ്പനികളുമായിരുന്നു. അടുത്തതായി S&P ഗ്ലോബൽ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ആഭ്യന്തര ഡിമാൻഡ് ദുർബലമായതിനെ തുടർന്ന് ജൂലൈയിൽ ഇന്ത്യയുടെ മാനുഫാക്ചറിംഗ് മേഖല വളർച്ച ഏകദേശം 5 വർഷത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിലയിലെത്തി. ഫാക്ടറി ഉൽപ്പാദനം 53.5 ആയി കുറഞ്ഞിട്ടുണ്ട്. HSBC ഇന്ത്യ മാനുഫാക്ചറിംഗ് പർച്ചേസ് മാനേജേഴ്സ് ഇൻഡെക്സ് ഡാറ്റ പ്രകാരം ജൂണിൽ 54.2% നിന്ന് ജൂലൈയിൽ 53.5% കുറഞ്ഞിരിക്കുന്നത്. അതായത് 2021 ഓഗസ്റ്റിന് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിലയിലേക്കാണ് PMI ഡാറ്റ എത്തിയിരിക്കുന്നത്. ദീർഘകാല ശരാശരിയായിട്ടുള്ള 54.2 എന്നതിനേക്കാൾ താഴ്ന്ന നിരക്കിലാണ് ഇപ്പോൾ ഇത് പുറത്തു വന്നിരിക്കുന്നത്. ഇതുകൂടാതെ PMI ഡാറ്റ 50-ന് മുകളിലാണ് എന്നത് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പുതിയ ഓർഡറുകളുടെ വളർച്ചയുടെ കാര്യവും 4 വർഷത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിലയിൽ തന്നെയാണ്. തൊഴിൽ സൃഷ്ടിയുടെ വേഗത 29 മാസത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിലയിലെത്തി. ഇൻപുട്ട് ചെലവുകളുടെ സമ്മർദ്ദം 5 മാസത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിലയിലെത്തി. മിഡിൽ ഈസ്റ്റ് സംഘർഷം തന്നെയാണ് ഇന്ത്യയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയായിട്ട് ഈ ഡാറ്റയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി ഗോൾഡ് പ്രൈസിലേക്ക് വന്നാൽ 0.5% നേട്ടത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് ഇന്നലെ പവന് 1,05,760 എന്ന നിലയിലാണ്. ഇനി നമുക്കറിയാവുന്ന പോലെ നിഫ്റ്റി കഴിഞ്ഞ 4 ദിവസമായിട്ട് നല്ല പോസിറ്റീവ് റിട്ടേൺസ് ആണ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ നിരവധി സ്റ്റോക്കുകളാണ് നല്ല മൂവ്മെൻറ്റ് നടത്തുന്നത്. നമ്മൾ എഡ്യൂക്കേഷണൽ ഗ്രൂപ്പിൽ നമ്മൾ ഷെയർ ചെയ്യാറുള്ള ധാരാളം നമ്മുടെ കേസ് സ്റ്റഡീസ് നല്ല രീതിയിൽ തന്നെ ഉള്ള ഒരു റിസൾട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും അത്തരത്തിൽ നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ തൊട്ട് സൈഡിൽ നമ്മൾ നൽകിയിരിക്കുന്ന ആ ഒരു വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ആ ഗ്രൂപ്പിനെ കുറിച്ചും കൂടാതെ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനും കഴിയുന്നതാണ്. ഇന്നത്തെ പ്രധാനപ്പെട്ട ചില കമ്പനികളുടെ Q1 റിസൾട്ടുകളിലേക്കാണ്, പുറത്തു വന്ന റിസൾട്ടുകളിലേക്ക്. ആദ്യം SBI ഫണ്ട്സ് മാനേജ്മെൻറ്റ് എന്ന കമ്പനി പ്രോഫിറ്റിൽ 3.7% വർധനവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 880.3 കോടി രൂപയായിട്ടാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 15.2% വർധനവാണ് വന്നത്. 1152.7 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്തത് കൽപ്പതാരു പ്രൊജക്ട്സ് എന്ന കമ്പനി നെറ്റ് ലോസ് കുറച്ചിട്ടുണ്ട്. നെറ്റ് ലോസ് ആയിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് 26.5 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 49.4 കോടി രൂപയായിരുന്നു കമ്പനി ലോസായിട്ട് റിപ്പോർട്ട് ചെയ്തിരുന്നത്. അടുത്തത് അതിൽ തന്നെ റവന്യൂ ആയിട്ട് പുറത്തു വന്നിരിക്കുന്നത് 6.5% വർധനവാണ്. 472.2 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്തത് കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് എന്ന കമ്പനി പ്രോഫിറ്റിൽ 47.2% ഇടിവാണ് വന്നിരിക്കുന്നത്. 41.5 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 35.3% വർധനമാണ് വന്നിരിക്കുന്നത്. 1179.5 കോടി രൂപയായിട്ടാണ് റവന്യൂ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അടുത്ത ടൊറൻറ്റ് പവർ എന്ന കമ്പനിയാണ്. പ്രോഫിറ്റിൽ 12.7% ഇടിവാണ് ഇത്തവണ വന്നിരിക്കുന്നത്. 638.9 കോടി രൂപയിലാണ് ഈ പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. റവന്യൂവിൽ 2.8% വർധനവ് 8124.2 കോടി രൂപയിലാണ്. ഗ്രേറ്റ് ഈസ്റ്റേൺ ഷിപ്പിംഗ് കമ്പനിയാണ് മറ്റൊന്ന്. വലിയ വർധനവാണ് പ്രോഫിറ്റിൽ വന്നിരിക്കുന്നത്. 1308.8 കോടി രൂപയായിട്ടാണ് കമ്പനി പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്തതെങ്കിൽ 159.4% വർധനവ് പ്രോഫിറ്റിൽ കാണാൻ കഴിയുന്നു. റവന്യൂവിൽ 66.9% നല്ലൊരു വർധനവ് കാണാം. 2005.4 കോടി രൂപയിലാണ് റവന്യൂ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മറ്റൊരു കമ്പനി DLF ആണ്. പ്രോഫിറ്റിൽ 4.1% വർധനവ് 793.9 കോടി രൂപയായിട്ടാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ പക്ഷേ 52.9% വലിയ ഇടിവ് കാണാം. 1280.3 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്തത് IREDA എന്ന കമ്പനി, ഇന്ത്യൻ റിന്യൂവബിൾ എനർജി ഡെവലപ്മെൻറ്റ് ഏജൻസി. പ്രോഫിറ്റിൽ 37.1% വർധനവാണ് ഇയർ ഓൺ ഇയറിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 24.1% വർധനവ് 857.5 കോടി രൂപയിലാണ് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം പുറത്തു വന്നിരിക്കുന്നത്. മറ്റൊരു കമ്പനി ടെക്സ്മാക്കോ റെയിൽ ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന കമ്പനിയാണ്. പ്രോഫിറ്റിൽ
66.8% വർധനവ്, 50 കോടി രൂപയാണ് പ്രോഫിറ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 66.8% വലിയൊരു സ്പൈക്കാണ് നെറ്റ് പ്രോഫിറ്റിൽ വന്നിരിക്കുന്നത്. കൂടാതെ റവന്യൂവിൽ 16.9% വർധനവ്, അതർ ഇൻകത്തിൽ 18.5 കോടി രൂപയായിട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. ഏതായാലും മികച്ച ഒരു റിസൾട്ട് തന്നെയായിരുന്നു ടെക്സ്മാക് റോയിൽ രേഖപ്പെടുത്തിയത്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കമ്പനികൾ ഇന്നലെ പുറത്തുവിട്ടിരിക്കുന്ന റിസൾട്ടുകളുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് പറയാനുള്ളത്. ഇന്ന് റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ ONGC, ഭാരതി എയർടെൽ, നൈക്ക, ഭാരതി ഹെക്സാകോം, അലംബിക് ഫാർമ, ഇമാമി, ഗോദ്രേജ് പ്രോപ്പർട്ടീസ്, ഗ്രാഫൈറ്റ് ഇന്ത്യ തുടങ്ങിയവയൊക്കെയാണ്. ഇന്നിവിടെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അത് റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.